പുതുവർഷം പിറന്നതോടെ 4 മാസങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് രാജ്യത്തെ പ്രധാന പാർട്ടികൾ കൂടുതൽ ശ്രദ്ധ നൽകുകയാണ്. രാജ്യം ഭരിക്കുന്ന BJP ഏറെ തന്ത്രപൂർവ്വം മുന്നോട്ട് നീങ്ങുമ്പോൾ കോൺഗ്രസ് പ്രധാന കക്ഷിയായ ഇന്ത്യ മുന്നണിയും ഇത്തവണ BJPയെ താഴെയിറക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ കരുക്കൾ നീക്കുകയാണ്. ഇന്ത്യ മുന്നണിയെ പ്രധാനമന്ത്രി പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിയൽ മുന്നണി എന്നുള്ള പരിഹാസമാണ് മോദി കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇത്തവണ BJPയുടെ തുറുപ്പിച്ചിട്ട് അയോധ്യ രാമക്ഷേത്രം തന്നെയാണ്. 2019 പുൽവാമ ഭീകരാക്രമണമായിരുന്നു. 2024 സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുക താൻ തന്നെയായിരിക്കും എന്നുള്ള പ്രഖ്യാപനം നേരത്തെ തന്നെ മോദി നടത്തിയതാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിൽ സ്വീകരിച്ച നയങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തിന് ഇപ്പോൾ കാരണമായിട്ടുണ്ട്. എന്നിരുന്നാലും സീറ്റ് വിഭജനം ഒരു വെല്ലുവിളി തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്ന കോൺഗ്രസിന്റെ നീക്കങ്ങൾ സംബന്ധിക്കുന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 290 സീറ്റുകളിൽ മത്സരിക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചതായിട്ടാണ് പുറത്തുവരുന്ന സൂചനകൾ. കഴിഞ്ഞ തവണ 422 സീറ്റുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അത് വേണ്ട എന്നുള്ള തീരുമാനമാണ് കോൺഗ്രസിനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സഖ്യമുന്നണിയുടെ ദ്വിദിന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നത് എന്നതാണ് സൂചനകൾ. സഖ്യമുന്നണിയുടെ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വമുള്ള സമിതി അതിന്റെ സമഗ്രമായ റിപ്പോർട്ട് ഔദ്യോഗികമായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഖാർഗെക്ക് സമർപ്പിക്കും. ഇതിന് മുന്നോടിയായി ജനുവരി 4-ന് ഖാർഗെ നിർണായക യോഗം വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. ഈ യോഗത്തിൽ അദ്ദേഹം എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരെയും അതുപോലെ നേതാക്കളുമായും സീറ്റ് പങ്കിടൽ ക്രമീകരണം അന്തിമമാക്കുമെന്നതാണ് സൂചനകൾ. ഇന്ത്യയിൽ ഉടനീളമുള്ള സഖ്യകക്ഷികളുമായി ചേർന്ന് ഏതാണ്ട് 100-ലധികം സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കാൻ പദ്ധതിയിടുന്നതായും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് ശക്തമായ ഒരു മുന്നണി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസിന്റെ ഈ നീക്കമുണ്ടാവുന്നത്. ആഭ്യന്തര ചർച്ചകൾക്ക് ശേഷം സീറ്റ് പങ്കിടൽ കരാറുകൾ ഉറപ്പിക്കുന്നതിനായി സഖ്യകക്ഷികളുമായി കൂടുതൽ ചർച്ചകളിൽ ഏർപ്പെടാൻ കോൺഗ്രസ് പദ്ധതിയിട്ടിട്ടുമുണ്ട്.